ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സത്യത്തിൽ ഇതൊരു ന്യൂ വീഡിയോ അല്ല, ഇതൊരു ലേറ്റ് പോസ്റ്റാണ്. നമ്മൾ ഒരു മെർമെയ്ഡ് ഷോ കാണാൻ പോയ വീഡിയോ ആണിത്. കുറച്ച് നാൾ മുൻപ് നമ്മുടെ കാട്ടാക്കട ആർക്കേൻ ഹാളിൻ്റെ ഉള്ളിൽ ഒരു മെർമെയ്ഡ് ഷോ നടന്നിട്ടുണ്ടായിരുന്നു. അത് കാണാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഞങ്ങൾ കസിൻസൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആർക്കേൻ ഹാളിലെത്തി ടിക്കറ്റും എടുത്ത് ഉള്ളിലോട്ട് കയറി. ഇവിടെ മെർമെയ്ഡ് ഷോ മാത്രമല്ല, അക്വാ ഷോ, പെറ്റ് ഷോ, ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ഫുഡ് ഫെസ്റ്റിവൽ, ഇങ്ങനെ എല്ലാം കൂടിയിട്ടാണ് ഉണ്ടായിരുന്നത്. ഉള്ളോട്ട് കയറുമ്പോൾ തന്നെ ഇതെല്ലാം കണ്ടു തുടങ്ങും. ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അക്വാ ഷോ തന്നെയായിരുന്നു. അയ്യോ, എന്തൊരു ഭംഗിയാണ് ഈ ഫിഷസിനെ കാണാൻ. നമ്മൾ മറ്റേ പല കളറിലുള്ള കുഞ്ഞു കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കാണത്തില്ലേ, അതുപോലെ പല കളറിലുള്ള മീനുകളായിരുന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഒപ്പം ആയുഷും ഉണ്ടായിരുന്നു. അവനും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അക്വേറിയം തന്നെയായിരുന്നു. ഞങ്ങൾ ഈ അക്വേറിയത്തിൽ ഫിഷിൻ്റെ അടുത്ത് പോയി ഗ്ലാസ്സിൽ ഇങ്ങനെ മുട്ടി നോക്കിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി രസമായിരുന്നു കേട്ടോ. എനിക്കെന്തായാലും അക്വേറിയം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളിതേ ഇതൊക്കെ കണ്ട് മുന്നോട്ട് പോയി. അപ്പോഴാണ് ഫോട്ടോ എടുക്കാനായി മക്കാവോ, പാമ്പ്, ഇഗ്വാന ഇവയൊക്കെ ഉള്ളത് ഞാൻ കണ്ടത്. ഞങ്ങൾ ആ ഏരിയയിൽ നിന്നില്ല, നേരെ പോയി മെർമെയ്ഡ് ഷോയിലോട്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഷോ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് തുടങ്ങാൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇതേ 5 മിനിറ്റത്തെ വെയിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഷോ തുടങ്ങി. അടിപൊളി ഷോ ആയിരുന്നു കേട്ടോ. നമ്മൾ പണ്ട് കാലത്ത് ഈ ബാലരമയിലും കാർട്ടൂണിലും ഒക്കെ കാണത്തില്ലേ മത്സ്യകന്യകമാർ, അതുപോലെ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും. ഒരു മായാലോകത്തെത്തിയ പോലെ. പണ്ട് മുതലേ ഇതൊക്കെ നമുക്കൊരു അത്ഭുതമല്ലേ, ഒരു വാവ് ഇഫക്റ്റ്. ഇങ്ങനെ ഭയങ്കര രസമായിട്ട് നമ്മൾ നോക്കി നിന്ന് പോവും. ഇവിടെ 2 മെർമെയ്ഡ്സാണ് ഉണ്ടായിരുന്നത്. അവർ പാട്ടിനനുസരിച്ചിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യമായിട്ടും നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി തിരക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കില്ലേ, സന്തോഷം കൊണ്ട്. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ഞങ്ങൾ ഇതിനു മുൻപ് വേറൊരു മെർമെയ്ഡ് ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷേ ഒരു മെർമെയ്ഡാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ സ്ഥലം കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് നന്നായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ സ്ഥലപരിമിതി കുറച്ചുണ്ടായിരുന്ന കാരണം തന്നെ വീഡിയോസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ മത്സ്യകന്യകമാർ ഈ ഷോയ്ക്കിടയിൽ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. നമ്മളോട് ഹായ് പറയും, നമുക്കിങ്ങനെ ലവ് ഒക്കെ തരും, പാട്ടിനനുസരിച്ചിട്ട് മൂവ് ചെയ്യും. കുട്ടികൾക്കൊക്കെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. നമുക്കിങ്ങനെ അതിശയിച്ചു പോവും. ഇവരിങ്ങനെ ഇത്ര നേരം ഇങ്ങനെ ഇത്രയും ഫ്ലെക്സിബിളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ പണ്ട് കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ, മത്സ്യകന്യകയുണ്ട്, അവരിങ്ങനെ കടലിൻ്റെ ഉള്ളിൽ ജീവിക്കും എന്നൊക്കെ. ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഷോപ്സിലോട്ടൊക്കെ പോയി. വെറുതെ ഇങ്ങനെ ചുറ്റി നടക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്തൊരിഷ്ടമാണ്. അങ്ങനെ ഓരോന്ന് നോക്കി കടകളിലൊക്കെ മാറി മാറി കയറി ഞങ്ങൾ നടന്നു. ആയുഷ്ഗിരിയും എന്താണ്ടൊക്കെയോ നോക്കിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഫുഡ് കോർട്ടിലും പോയി തിരിച്ചു പോന്നു. താങ്ക് യു.